ഹായ് ഓൾ. നല്ല മഴയത്ത് മടി പിടിച്ചിരിക്കുന്നൊരു ദിവസം വെറുതെ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് ബോറാക്കണ്ട. വാ, നമുക്കൊരു അടിപൊളി സ്പൈസി പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ അരി വേവിക്കാൻ വെക്കാം. ആ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ചേർത്ത് തിളപ്പിച്ച ശേഷം നല്ലപോലെ കഴുകി അരി ചേർക്കുക. ഞാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത്. ഇനി ചെറുതായിട്ട് ക്യൂബ് കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ വഴറ്റാനാണ് അടുത്ത പരിപാടി. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ശകലം ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഒരു വലിയ പാത്രം എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ 2 വലിയ സവാള അരിഞ്ഞത് ചേർക്കുക. ഉപ്പിടാൻ മറക്കല്ലേ. അത് നല്ലപോലെ വഴഞ്ഞതിന് ശേഷം 2 തക്കാളി, പുളി അനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച അരി ചേർക്കാം. ജീരകശാല അരിയെ ചേർക്കാൻ കാരണം ബിഗിനേഴ്സിന് ബസ്മതി റൈസ് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. വേവ് തെറ്റിപ്പോയാൽ ഇത് മുഴുവൻ കുഴയും. അതിനുശേഷം പൊട്ടറ്റോയും ചേർക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കുക. ഈ ഇളക്കലിലാണ് മുഴുവൻ പരിപാടിയും ഇരിക്കുന്നത്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുക. തക്കാളിയും പപ്പടവും അച്ചാറ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ.